ഹായ് അബിബി, നമുക്കെല്ലാവർക്കും എല്ലാ കാര്യങ്ങളിലും ഫുൾ കോൺഫിഡൻസോടു കൂടി ചെയ്യാൻ പറ്റണമെന്നില്ല. മനുഷ്യരാണ്, പലർക്കും പല കാര്യങ്ങളിലും കുറവുകളും കൂടുതലുകളും ഉണ്ടാവും. ഇപ്പം എൻ്റെ കഴിവായിരിക്കില്ല മറ്റൊരാളുടെ കഴിവ്, അയാളുടെ സ്ട്രെങ്ത് ആയിരിക്കില്ല മറ്റൊരാളുടെ സ്ട്രെങ്ത്ത്. അപ്പോൾ എൻ്റെ വീക്ക്നെസ് പല കാര്യങ്ങളിലും എനിക്ക് വീക്ക്നെസ് ഉണ്ടായിരിക്കും. അതുപോലെ അങ്ങനെയാണ് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാര്യങ്ങളും 100% പ്യുവറായിട്ടുള്ള ഒരാൾ ഇല്ല. ഒരാൾക്ക് എന്തെങ്കിലും ഒരു പോസിറ്റീവ്, അതായത് അയാൾക്ക് സ്ട്രെങ്ത് ഉണ്ടെങ്കിൽ അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് അയാൾക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വീക്ക്നെസ് ഉണ്ടായിരിക്കും. അത് നമ്മൾ ആദ്യം ഫൈൻഡ് ഔട്ട് ചെയ്യാന്നുള്ളതാണ്. ഇപ്പോൾ എൻ്റെ കഴിവ് എന്താണോ, എൻ്റെ കഴിവുകേട് എന്താണോ എന്നുള്ളത് 100% ഞാൻ ആദ്യം മനസ്സിലാക്കിയിരിക്കണം. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത്, നമുക്കെന്തിലാണോ കഴിവില്ലാത്തത്, നമുക്കെന്തിലാണോ എന്താ പറയുക, നമ്മൾ ഒരു 0% നോ നോളജ് അല്ലേ എന്ന് പറയാം, അല്ലെങ്കിൽ 1% നോളജ്, നമ്മൾ അണ്ടർ ഫ്ലോപ്പായിരിക്കുന്ന കാര്യങ്ങൾ മറ്റൊരാളെ ഏൽപ്പിക്കുക എന്നുള്ളതാണ്. ഡെലിഗേറ്റ് ചെയ്യുക. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് തിങ്സ്, എക്സ്പെഷ്യലി ഇൻ ബിസിനസ്. നമ്മൾ പലപ്പോഴും പല ആളുകളും ചില ബിസിനസ്സൊക്കെ ചെയ്യുമ്പോൾ കാണാറുണ്ട്, എല്ലാ കാര്യങ്ങളിലും അയാളുടെ ഒരു നോട്ടം, അല്ലെങ്കിൽ അയാളില്ലാതെ ഒന്നും നടക്കില്ല കമ്പനിയിൽ. ഇങ്ങനെ വരുമ്പോൾ സംഭവിക്കുന്നത്, ആ കമ്പനി ഇറ്റ്സ് നോട്ട് ഗോയിങ് മോർ ഫോർ ഹയർ ലെവൽ, അത് അതിനേക്കാൾ ഉയർന്ന് പൊന്തില്ല. കാരണം എന്താ, ഏത് സിറ്റുവേഷനിലും ഇയാളുടെ ഹെൽപ്പ് വേണം, ഇയാളുടെ സൈൻ വേണം, ഇയാളുടെ എന്താ പറയുക, ഏതിലും ഇയാളുടെ ഒരു നോട്ടവും കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രമേ കമ്പനി റൺ ചെയ്യൂ എന്നുള്ള അവസ്ഥയാണ്. സോ അങ്ങനെ വരുമ്പോൾ സംഭവിക്കുന്നത്, കമ്പനിയെ വലിയ രൂപത്തിലുള്ള ഡെവലപ്മെൻറ്റിലേക്ക് എത്തിക്കാൻ കഴിയില്ല. സോ അതുകൊണ്ടാണ് ഡെലിഗേറ്റ്സ് എന്ന് പറയുന്നത് ഏതൊരു സക്സസ്ഫുൾ ബിസിനസ്സിൻ്റെയും ഏതൊരു സക്സസ്ഫുൾ ബിസിനസ്മാൻ്റെയും പിന്നിൽ ഉണ്ടായിരിക്കേണ്ട ഒരു ഘടകമായി മാറുന്നത്. കാരണം നമുക്ക് കഴിവില്ലാത്ത കാര്യങ്ങളിൽ നമ്മളെക്കാൾ കഴിവുള്ള ആളുകൾ ആ പൊസിഷനിലിരുത്തുക. ഇപ്പോൾ എനിക്ക് HR നോക്കാൻ കഴിവില്ലെങ്കിൽ ആ HRൽ ഞാൻ പുതിയൊരാളെ എത്തണം. എനിക്ക് അക്കൗണ്ട്സ് നോക്കാൻ കഴിവില്ലെങ്കിൽ എന്നേക്കാൾ ടോപ്പായി അക്കൗണ്ട്സ് നോക്കുന്ന ആരാണോ അയാളെ ഞാൻ അവിടെ ഡെലിഗേറ്റ് ചെയ്യണം. സോ അങ്ങനെ ചെയ്യുമ്പോൾ ആ സിസ്റ്റം ഡെവലപ്പ് ആവുകയും ആ കമ്പനി ഡെവലപ്പ് ആവുകയും ഇറ്റ്സ് ഗോയിങ് ടു ബിയോണ്ട് അവർ കൺട്രോൾ ആൻഡ് ഇറ്റ് വിൽ ബിക്കേം എ സക്സസ്ഫുൾ എന്ന് പറയുന്നത്. ഒരിക്കലും വൺ മാൻ ഷോ കളിക്കാനുള്ളതല്ല ബിസിനസ്സും ലൈഫും. ഇറ്റ്സ് എവറിത്തിങ് വിൽ ബി ഡെലിഗേറ്റ്സ് ഇഫ് യു ആർ നോട്ട് കേപ്പബിൾ ഫോർ ദാറ്റ് ഡൂയിങ് ദാറ്റ് തിങ്സ്. സോ ഒന്ന് മനസ്സിൽ വെക്കുക, ഒന്ന് ട്രൈ ചെയ്യുക ജീവിതത്തിലും ബിസിനസ്സിലുമെല്ലാം. എൻജോയ് ദ ലൈഫ്, ഹാപ്പി മൈൻഡ്സ് ആൻഡ് ടേക്ക് കെയർ. ബൈ.